എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 8ാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെതാണ്. ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതോടെ പുഴ ഒഴുകുന്ന വഴി മാറിയെന്നും അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തിരുപ്രയാർ അഥവാ തൃപ്രയാർ എന്ന് പേര് വന്നതും എന്ന് പറയപ്പെടുന്നു. ലങ്കാദഹനത്തിന് ശേഷം അതീവ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് തൊട്ടരികിലൂടെ ഒഴുകുന്ന പുഴയിലെ മീനുകൾക്ക് അരി നിവേദിക്കുന്ന ചടങ്ങാണിത്. ഈ മീനുകൾ ഭഗവാന്റെ മത്സ്യാവതാരമാണെന്നാണ് വിശ്വാസം. കടുത്ത ശ്വാസം മുട്ടൽ, ആസ്മ പോലുള്ള രോഗങ്ങൾ ഉള്ളവർ ഇവിടെ വന്ന് വ്രതത്തോടെ മീനൂട്ടി വഴിപാട് കഴിച്ചാൽ രോഗശമനം ഉണ്ടാകുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ മീനൂട്ടിന് ശേഷം പുലർച്ചെ നടക്കുന്ന ഐതൃത്വ പൂജ എന്ന പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് ഭഗവാന്റെ മറ്റൊരു പ്രധാന വഴിപാടായ വെടിവഴിപാട് നടക്കുന്നത്. ഹനുമാൻ സ്വാമി ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ട് മടങ്ങിയെത്തി ശ്രീരാമനോട് കണ്ടേൻ സീതയെ എന്ന് പറഞ്ഞ് സന്തോഷമറിയിച്ചതിൻ്റെ പ്രതീകമായാണ് ഇവിടെ വലിയ ശബ്ദത്തോടെ കതിനകൾ പൊട്ടിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് കതിനവേണ്ടികളാണ് ഭക്തർ ഇവിടെ വഴിപാടായി നടത്തുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആചാരമാണ് ആറാട്ടുപുഴ പൂരം പുറപ്പാട്. മീനമാസത്തിൽ നടക്കുന്ന പൂരത്തിന് ദേവന്മാരുടെ ദേവനായ തൃപ്രയാർ തേവർ എഴുന്നള്ളുമ്പോൾ മറ്റെല്ലാ ദേവീദേവന്മാരും തേവർക്ക് വണങ്ങണമെന്നാണ് ആചാരം. അർദ്ധരാത്രിയിൽ പുഴയിൽ വെളിച്ചം വീശി നടക്കുന്ന തൃപ്രയാറപ്പൻ്റെ ആറാട്ട് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് പുഴക്കരയിൽ തടിച്ചുകൂടുന്നത്. വൃശ്ചിക മാസത്തിലെ തൃപ്രയാർ ഏകാദശി ഉത്സവവും ഇവിടുത്തെ അതീവ പ്രശസ്തമായ ഉത്സവമാണ്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ വലിയ വിളക്കുകൾ തെളിയിക്കും. ഈ ഉത്സവകാലത്ത് ക്ഷേത്രമണ്ഡപത്തിൽ വെച്ച് 12 ദിവസം തുടർച്ചയായി നടക്കുന്ന ആംഗുലിയാങ്കം കൂത്ത് ഇവിടുത്തെ വലിയൊരു ഉത്സവാചാരമാണ്. സീതാദേവിയുടെ മുദ്രമോതിരം ഹനുമാൻ സ്വാമി ശ്രീരാമനെ ഏൽപ്പിക്കുന്ന കഥയാണിത്. ഇത് കാണാൻ ഭക്തർ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കാറുണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക പ്രതിഷ്ഠയോ ശ്രീകോവിലോ ഇല്ല എന്നൊരു വിചിത്രമായ പ്രത്യേകത കൂടിയുണ്ട്. ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെ എപ്പോഴും അദൃശ്യനായി ഹനുമാൻ സ്വാമി കാവലായുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ മണ്ഡപത്തിലാണ് ഹനുമാൻ സ്വാമിക്കുള്ള പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കുന്നത്. ഇതുകൂടാതെ ഇവിടെ ദിവസവും നടക്കുന്ന ചാക്യാർകൂത്ത് വഴിപാടും വളരെ പ്രശസ്തമാണ്. ദേവന്മാരുടെ ദേവനായ തൃപ്രയാർ തേവരുടെ ഈ വിസ്മയിപ്പിക്കുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 9ാം ദിനമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.